ക്വാളിറ്റിയിൽ ഓണം, ഓഫറുകളുടെ നല്ല ഓണം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഓണം മെഗാ ഓഫർ വെറും 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ, നേടൂ കൈ നിറയെ സമ്മാനങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കലിനെതിരെ LDF അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ആഗസ്റ്റ് 10-ന് തിങ്കളാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. LDF അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. UDF സർക്കാർ അധികാരത്തിലേറി വെറും 2 മാസം പിന്നിടുമ്പോൾ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും താറുമാറായെന്നും LDF ഭാരവാഹികൾ ആരോപിച്ചു. 10 വർഷമായിട്ടും നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഡോക്ടർമാർ ചോദിക്കുന്ന മരുന്ന് അത് പഞ്ചായത്ത് UDF ഭരിക്കുമ്പോൾ വരെ ആ രൂപത്തിലൊരു സമീപനം എടുത്തിരുന്നു. പക്ഷേ ഇനി അത് കഴിയാതെ വരും. കാരണം അത് വെട്ടിക്കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ വരും. പാലിയേറ്റീവ് നഴ്സുമാർ, പരിരക്ഷ എന്ന് പറയുന്ന നഴ്സുമാരുടെ സേവനം അത് പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പ്രതിസന്ധിയായിട്ട് മാറാൻ പോവുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 2016-17 ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന പ്ലാൻ ഫണ്ട് 1,87,27,266 രൂപയാണ്. 2025-26 എത്തി നിൽക്കുമ്പോൾ, അല്ല 2026-27 എത്തി നിൽക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്നത് 4,89,47,000 രൂപയാണ്. പ്ലാൻ ഫണ്ട് മാത്രമാണ്. അതിന് പുറത്ത് SCP ഉണ്ട്, TSP ഉണ്ട്, അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടായ CSC ഉണ്ട്, സെൻട്രൽ ലാൻഡ് സൊല്യൂഷൻ ഫണ്ടുണ്ട്. അതൊക്കെ ഇതിന് പുറത്ത് വരുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. പക്ഷേ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, ബഡ്ജറ്റ് റിവൈസ് ചെയ്തു. ബഡ്ജറ്റ് റിവൈസ് ചെയ്തപ്പോൾ നമുക്ക് വലിയ നഷ്ടം വരിക. അത് 4,35,23,000 രൂപയായി കുറയുക. ഏകദേശം 54 ലക്ഷം രൂപയുടെ കുറവാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അത് നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ പ്രവർത്തനത്തെയും പറയും. റോഡ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റിൽ തന്നെ വലിയ വ്യത്യാസം വരുന്നുണ്ട്. എല്ലാ രംഗത്തും നമുക്ക് വലിയ പ്രയാസം, വലിയ നഷ്ടം, വലിയ കുറവ് ഇതുമായി ബന്ധപ്പെട്ട് വരും എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ പഞ്ചായത്തിലെ സ്ഥിതി പറഞ്ഞാൽ വലിയ രൂപത്തിൽ പണം കൊടുക്കാൻ ബാക്കി വെക്കുക. വീട് റിപ്പയറിന് 60 വീടാണ് നമ്മൾ വീട് റിപ്പയറിന് വേണ്ടി കഴിഞ്ഞ വർഷം വെച്ചിരുന്നത്. ആ പദ്ധതി പൂർത്തീകരിച്ച ആളുകൾ പൈസ കിട്ടാൻ വേണ്ടി കാത്തു വെക്കുക. 60 വീട്, ഒരു ഒറ്റ ഉറുപ്പിക കൊടുത്തിട്ടില്ല. ലൈഫിൻ്റെ ഏറ്റവും മാതൃകാപരമായി ലൈഫ് ഭവന പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. ആ ലൈഫ് പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. ഈ 2 ത്രിതല പഞ്ചായത്തിൽപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വിഹിതം കിട്ടാത്തതുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് 204 വീടിനുള്ള വിഹിതമാണ് കിട്ടാത്തത്. ബ്ലോക്ക് പഞ്ചായത്ത് 197 വീടിനുള്ള വിഹിതം കിട്ടിയില്ല. രണ്ടും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 80 ലക്ഷം രൂപ 80,20,000 രൂപ അമരമ്പലം പഞ്ചായത്തിന് ത്രിതല പഞ്ചായത്തുകൾ എന്ന രൂപത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും തരേണ്ട വിഹിതം മാത്രമായിട്ട് നമുക്ക് കിട്ടാണ്ട്. ക്ഷീരകർഷകർ എത്ര പ്രയാസപ്പെട്ടാണ് ക്ഷീരകർഷകർ ആ മേഖലയിൽ പിടിച്ചു നിൽക്കുന്നത് നമുക്കറിയാം. നമ്മുടെ പഞ്ചായത്തിൽ ഇൻസെൻറ്റീവ് കൊടുക്കാത്ത ഒരേ ഒരു പഞ്ചായത്താണ് നമ്മുടെ ഈ ബ്ലോക്കിൽ അമരമ്പലം പഞ്ചായത്ത്. അത് ഏമങ്ങാട്, ഉള്ളാട് സൊസൈറ്റികളിൽ പാലളക്കുന്ന ഏകദേശം 100ഓളം കർഷകർ. അവർക്ക് 1 ലിറ്റർ പാലിന് 4 രൂപ വെച്ച് ഇൻസെൻറ്റീവ് കിട്ടേണ്ടതാണ്. ആ പൈസ 1 രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. എന്നാൽ അങ്ങോട്ട് നമ്മുടെ കിഴക്കുള്ള മറ്റു സൊസൈറ്റികളിലേക്ക് ബ്ലോക്കിൻ്റെ തന്നെ ഫണ്ട് എടുത്ത് കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പരിഗണന ഇവർക്ക് കിട്ടിയിട്ടില്ല. എന്താണ് കാരണം നമുക്കറിയില്ല. ഭിന്നശേഷിക്കാർ 136 ഭിന്നശേഷിക്കാരുണ്ട്. നമ്മുടെ 136, 140 വരെ ഭിന്നശേഷിക്കാരുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ. 19 ലക്ഷം രൂപ അവർക്ക് സ്കോളർഷിപ്പ് ഇനത്തിൽ കൊടുക്കാണ്ട് 1 രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല. അതിൽ ഈ മെൻ്റലി ഡിഫേർഡ് ആയിട്ടുള്ള ചില ആളുകൾ അവർക്ക് മാത്രം ചെറിയ പൈസ എന്തോ കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും കൊടുത്തിട്ടില്ല. LDF സർക്കാരിന്റെ ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി അനുവദിച്ചിരുന്ന തുകയുടെ 1/4 ഭാഗത്തോളമാണ് UDF സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഫണ്ടുകൾ തടഞ്ഞുവെച്ചതോടെ അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലെ താഴെത്തട്ടിലുള്ള ജനജീവിതം അവതാളത്തിലായിരിക്കുകയാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കുക, സ്ത്രീ സുരക്ഷാ പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുക, ഫാമിലി ഹെൽത്ത് സെന്ററുകളിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, സർക്കാർ ആശുപത്രികളിലേക്കും മൃഗാശുപത്രികളിലേക്കുമുള്ള മരുന്ന് വിതരണം, കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസമാകുന്ന പാലിയേറ്റീവ് നഴ്സുമാരുടെ സേവനം എന്നിവയെല്ലാം കടുത്ത പ്രതിസന്ധിയിലാണ്. തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് LDF അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
പ്രക്ഷോഭമാണ് അത് 10-ാം തീയതിയിലേക്ക് മാറ്റിയത്. കാരണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ പ്രളയം സംഭവിച്ചതുകൊണ്ട് അത് 10-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച മാതിരി നമ്മുടെ പഞ്ചായത്തിലേക്കുള്ള പദ്ധതി വിഹിതങ്ങൾ കണ്ടമാനം വെട്ടിക്കുറക്കുകയും അതുപോലെ തന്നെ കഴിഞ്ഞ LDF ഗവൺമെൻറ് കൊണ്ടുവന്ന മികച്ച ഭരണ പരിഷ്കാരങ്ങൾ, സ്ത്രീ സുരക്ഷ അടക്കം അതൊക്കെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി പോലുള്ള പാഠ്യപദ്ധതിയിൽ കേന്ദ്ര ഗവൺമെൻറ് വർഗീയ വിഷയങ്ങൾ കുത്തിച്ചേർക്കാനുള്ള ആ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ഒരു സമരപരിപാടി LDF ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. അതൊരു സൂചനാ പണിമുടക്ക് മാത്രമാണ്, പ്രതിഷേധം മാത്രമാണ് 10-ാം തീയതി നടക്കുന്നത്. തുടർ നാളുകളിൽ ഇതിന് എന്തെങ്കിലും പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് ഈ പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും. തിങ്കളാഴ്ച നടക്കുന്ന ബഹുജന റാലിയിലും മാർച്ചിലും മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. CPM ഏരിയ സെന്റർ അംഗം VK അനന്തകൃഷ്ണൻ, അമരമ്പലം ചുള്ളിയോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PC നന്ദകുമാർ, P ഉണ്ണികൃഷ്ണൻ, CPI അമരമ്പലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P രാജീവ്, എക്സിക്യൂട്ടീവ് മെമ്പർ കുന്നുമ്മൽ ഹരിദാസൻ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അംഗം സണ്ണി പുലിക്കുത്തിയേൽ തുടങ്ങിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.